എത്ര വൈകി എണീറ്റാലും ഇനിയും ഉറങ്ങണം എന്നുള്ളൊരാഗ്രഹത്തോടെയാണ് എണീറ്റ് വരിക കേട്ടോ. അങ്ങനെ ആ വരുന്നത് നമ്മൾ വെയിലൊക്കെ ഉദിച്ചിട്ടുണ്ടാവും, സ്കൂളില്ലല്ലോ, അവധിയാണല്ലോ. മുറ്റത്തേക്ക് എത്തുമ്പോഴാണ് നമ്മളെ ഉള്ളിലുള്ള സങ്കടങ്ങളൊക്കെ മാറ്റി ചിരിക്കുന്ന ആ പകലിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ നമ്മൾ തന്നെ ഒരു സന്തോഷത്തോടെ ഒന്ന് ചുറ്റും നോക്കും. തലേന്ന് വൈകുന്നേരം നന കഴിഞ്ഞത് കാരണം ചെടികളും തെങ്ങും മറ്റുള്ള കാര്യങ്ങളൊക്കെ നല്ല ഫ്രഷായിട്ടായിട്ട് ഇരിക്കുക. ഒരു നനുത്ത തണുപ്പുള്ള കാറ്റും വീശുന്നുണ്ട്. അപ്പോൾ നമ്മൾ രാവിലത്തെ കാലിച്ചായ കുടിക്കുന്നത് 9 മണിയായിട്ടുണ്ട് കേട്ടോ. ആ ഒരു സമയത്താണ്. അപ്പോൾ കാലിച്ചായയും കയ്യിലെടുത്ത് ഇനി മുറ്റത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ആ ഒരു ചായ കുടിക്കുന്നത് വരെ നമുക്ക് മുറ്റത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. പിന്നെ എന്നും ഞാൻ പോയി നോക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ എൻ്റെ തെങ്ങിൻ്റെ അടുത്ത്. കാരണം അതിൽ ഓരോ പൂക്കൾ വിരിയുമ്പോഴും ഓരോ കായ പിടിക്കുമ്പോഴും ഒക്കെ എൻ്റെ മനസ്സിന് ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ നമ്മൾ വെയിലത്ത് ദന്തപ്പാലയുടെ എണ്ണ ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ട്, അതുപോലെ നെല്ലിക്ക ഉണക്കാൻ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ സോപ്പിന് വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ സോപ്പ് മുമ്പും ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ദന്തപ്പാല സോപ്പ് ഈ ഒരു കളറിലാണ് കേട്ടോ വരിക. പിന്നെ നമ്മൾ ദന്തപ്പാലയുടെ ഇല അരച്ചിട്ട് പച്ച കളർ സോപ്പ് ഉണ്ടാക്കുന്നുണ്ട്. ഇതാണ് കേട്ടോ ദന്തപ്പാല മരം. ദന്തപ്പാല നമുക്ക് സോറിയാസിസിൻ്റെ ഒറ്റമൂലിയാണ്. ഇതാണ് ദന്തപ്പാലയുടെ എണ്ണ നമ്മൾ റെഡിയാക്കി വെച്ചത്. ഇത് നമ്മൾ കുഞ്ഞു കുഞ്ഞു ബോട്ടിലാക്കിയിട്ട് സെയിൽ ചെയ്യുന്നുണ്ട്. ഇത് സോറിയാസിസിൻ്റെ ഒറ്റമൂലിയാണ്. അതുപോലെ താരനകറ്റാൻ, അകാല നര, പിന്നെ നമ്മളെ തൊലിപ്പുറത്തുണ്ടാവുന്ന ഒട്ടുമിക്ക രോഗങ്ങൾക്കും നല്ലതാണ് ഈ ഒരു ദന്തപ്പാല സോപ്പ്. അതുപോലെ നമ്മൾ കൊതുകടിയിൽ നിന്ന് അകറ്റാൻ വേണ്ടിയിട്ട് നമുക്കിതിൻ്റെ എണ്ണയൊക്കെ യൂസ് ചെയ്യാം. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു സാധനമാണ് ദന്തപ്പാല കേട്ടോ. അപ്പോൾ നമ്മൾ ദന്തപ്പാലയുടെ സോപ്പ് ഓൺലൈനായിട്ട് സെയിൽ ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ ദന്തപ്പാലയുടെ ഇല അരച്ചിട്ടുണ്ടാക്കുന്ന സോപ്പ്, അതുപോലെ നെല്ലിക്ക ചേർത്തിട്ടുള്ള സോപ്പൊക്കെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും ഇതൊക്കെ ഓർഡർ ചെയ്യണമെങ്കിൽ ഞാനതിൽ വാട്സപ്പ് നമ്പർ കൊടുക്കാം. ഇപ്പോൾ നല്ല വെയിലുള്ള കാലമായതുകൊണ്ട് നമുക്ക് എണ്ണ ചോദിച്ചാൽ ഒരു 7 ദിവസം കൊണ്ട് തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളെ മുറ്റത്തെ കട്ടയൊക്കെ മാറ്റിയിട്ട് മുമ്പ് ഞാൻ വെച്ച് പിടിപ്പിച്ച പ്ലാവും അതുപോലെ നംഡോക്കിയുടെ മാങ്ങ മരമാണ് കേട്ടോ കാണിക്കുന്നത്. പിന്നെ നമ്മുടെ ചെമ്പകം കണ്ട വീണ്ടും മൊട്ടുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്, നല്ലോണം മൊട്ടുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെമ്പകമൊക്കെ പൂവായി കഴിഞ്ഞാൽ എന്തായാലും ചെമ്പകത്തിൻ്റെ സോപ്പും നമുക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ കറക്കൊക്കെ കഴിഞ്ഞു, ഇനി കിച്ചണിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ കുക്കിങ്ങിന് ഒരുങ്ങുകയാണ്. കറിവേപ്പില വീണ്ടും കുറച്ചുകൂടെ പറിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇത് ബോട്ടിലാക്കി വെക്കണം. ഇപ്പോൾ നമ്മൾ കുറച്ചായിട്ട് ഒരു മെനു പ്ലാനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ ഓരോ ദിവസവും ഓരോ ഫുഡാക്കിയിട്ട് എഴുതി റെഡിയാക്കിയൊക്കെ ചെയ്തിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ മക്കൾക്ക് എല്ലാത്തരം ഫുഡും നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടണമല്ലോ. വെജിറ്റബിൾ, പയറുവർഗ്ഗങ്ങൾ, അതുപോലെ സിമ്പിളായിട്ട് ചില ദിവസം നമ്മളെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ അതിനനുസരിച്ചുള്ള ഫുഡുകളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഞാൻ ആ ഒരു മെനു ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത് നമുക്ക് മൊബൈൽ ആപ്പ് വഴിയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ മൺഡേ ഉണ്ടാക്കിയ മെനു ആണിത്. ദോശ, ഈസ്റ്റു, മുട്ട പുഴുങ്ങിയത് ഞാൻ എല്ലാ ദിവസവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഡയാലിസിസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ മോന് മുട്ട കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഓരോ ദിവസത്തെ നമ്മൾ എല്ലാം ഉൾപ്പെടുത്തണം അതിൽ. എല്ലാ ടൈപ്പ് വെജിറ്റബിൾ, പയറുവർഗ്ഗങ്ങൾ, അതുപോലെ എല്ലാ കാര്യങ്ങളും. കുട്ടികൾക്ക് എണ്ണ കൂടുതലുള്ള കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കുക. ഇതിൽ നമ്മൾ പുഴുങ്ങിയ മുട്ടയും അതുപോലെ നേന്ത്രപ്പഴം, ഫ്രൂട്ട്സുകൾ ഇങ്ങനെയുള്ളതൊക്കെ ഉൾപ്പെടുത്തണം. കുറേശ്ശെ ആണെങ്കിലും നമ്മുടെ മക്കൾക്ക് എല്ലാം കിട്ടുന്ന രീതിയിൽ കേട്ടോ, വലിയ ചിലവില്ലാതെ. അപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യണ അന്ന് ഏത് മെനു ആണെന്ന് വെച്ചാൽ അതിനനുസരിച്ചായിരിക്കും കേട്ടോ ഈ ഒരു കുക്കിംഗ് നടക്കുക. ഇന്നത്തെ മെനുവിൽ പത്തിരിയും ചിക്കൻ കറിയാണ്. അപ്പോൾ അതാണ് മെനക്കെട്ട് ഇന്ന് ഉണ്ടാക്കാൻ പോകണത് കേട്ടോ. ചായ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ചിക്കൻ കറിയുടെ കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഉള്ളിയും കറിവേപ്പിലയൊക്കെ വാട്ടിയതിന് ശേഷം നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി ഇതെല്ലാം കൂടെ അരച്ച മിക്സാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് രാവിലേക്ക് മാത്രമുള്ള കറി, അതുകൊണ്ട് വളരെ കുറഞ്ഞ എമൗണ്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. പിന്നെ ചിക്കനും ഉരുളൻകിഴങ്ങും കൂടെ നമ്മൾ മസാലയൊക്കെ തേച്ച് വെച്ചതാണ്, അത് അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഒരല്പം വെള്ളം കൂടെ ചേർത്തിട്ട് കുക്കർ നന്നായി അടച്ച് വെച്ച് വിസിലടിക്കുക ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഉപ്പും നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് ഇപ്പോൾ എല്ലാ മസാലകളും അതിൽ ചേർത്തിട്ടുണ്ട്.
അപ്പോൾ നമ്മൾ രാവിലത്തെ ഫുഡിനോടൊപ്പം തന്നെ ഉച്ചയിലേക്കുള്ള മീൻ വറുക്കാനിട്ടിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ കറിക്കുള്ള പരിപാടികൾ ചെയ്യുന്നുണ്ട്. എല്ലാം കൂടെ ആ ഒരു രാവിലത്തെ തിരക്കിൽ ഫുള്ളായിട്ട് തീർക്കും. വെക്കേഷൻ ആയാലും അങ്ങനെ രാവിലെ ഫുഡ് ചെയ്ത് തീർക്കേണ്ട ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ, മോനിപ്പോൾ അക്ഷയ സെൻറ്ററിൽ ജോലിക്ക് പോകുന്നുണ്ട്. ആ കാരണം കൊണ്ട് അവന് പോകുന്ന മുമ്പ് തന്നെ നമ്മൾ അവന് ഫുഡൊക്കെ റെഡിയാക്കി കൊടുക്കണം. ഏകദേശം കുക്കിങ്ങിൻ്റെ തിരക്കൊക്കെ കഴിഞ്ഞ് മീൻ വറുക്കാൻ അടുപ്പത്ത് ചെറിയ തീയിലാക്കിയിട്ട് ഞങ്ങൾ ചായ കുടിക്കാനിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് മുട്ട പുഴുങ്ങിയതും പത്തിരിയും ചിക്കൻ കറിയും കൂടെയാണ്. അപ്പോൾ ഞാൻ ചിക്കൻ കറിയിൽ ഉരുളൻകിഴങ്ങൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ കറി വെച്ചിട്ടുള്ളത്. ആദ്യമൊന്നും ഞാൻ ഇത്ര ഭക്ഷണത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ ഇപ്പം ഇനി ചായ കുടിയൊക്കെ കഴിഞ്ഞ് വീടിൻ്റെ അകം വൃത്തിയാക്കലാണ് കേട്ടോ. ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ അകം വൃത്തിയാക്കാൻ എനിക്ക് വലിയ പണിയൊന്നുമില്ല. മക്കൾ റൂമൊക്കെ വിരിച്ച് സെറ്റാക്കിയിട്ടിട്ടുണ്ടാവും. പിന്നെ ഷെൽഫുകൾ, ഹാളുകൾ എല്ലാം അടുക്കി പൊറുക്കി വൃത്തിയാക്കി റെഡിയാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മഫ് എടുത്തിട്ട് തുടക്കുന്ന കുറച്ച് പണി മാത്രമേ ബാക്കിയുള്ളൂ. എല്ലാവരുടെ ഡ്രസ്സും അവരുടെ റൂമും അവരെന്നെ സെറ്റ് ചെയ്യും. ചെടികളെ നോക്കൽ, നനക്കൽ ഇതൊന്നും ആരും ചെയ്യൂല കേട്ടോ. കോഴികളെ നോക്കുക, അതുപോലെ മറ്റുള്ള പുറത്തെ കാര്യങ്ങളൊന്നും ആരും ചെയ്യില്ല. അതൊക്കെ ഞാൻ തന്നെ ഓരോന്നും ഓടിപ്പാഞ്ഞ് ചെയ്യണം. എന്താണെന്നറിയില്ല, ഓൺലൈൻ ബിസിനസ് ഉള്ള കാരണം, ചെടികൾ നമ്മൾ സെയിൽ ചെയ്യുന്നത് കാരണം കുട്ടികൾക്ക് അതിനോട് ഭയങ്കര അലർജിയാണ് ഇപ്പോൾ. അപ്പോൾ നമ്മുടെ ബെഡ്റൂമും കുട്ടികൾ സെറ്റാക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. പല ടൈമിൽ പല കളറുകളിൽ സെറ്റാക്കാനാണ് എനിക്കിഷ്ടം. ബെഡ്ഷീറ്റ് തല മറിച്ചിടുമ്പോൾ വേറെ ടൈപ്പാണ്. അപ്പോൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് നമുക്കിഷ്ടപ്പെട്ട ഒരു രീതിയിലൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ ഓരോ ദിവസത്തെ ജോലിക്കും ഉണ്ട് കേട്ടോ എനിക്കൊരു വ്യക്തമായ ടൈം ടേബിൾ ഉണ്ട്. അപ്പോൾ ചെടികൾ നനക്കാനുള്ള ടൈം, അതുപോലെ കുക്കിങ്ങിനുള്ള ടൈം, ഇങ്ങനെയൊക്കെ ഓരോരോ ദിവസങ്ങളുണ്ട് എനിക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇത്രയൊക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരാം. നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും ഉണ്ടാവണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ എന്തായാലും ഒരു ലൈക്ക് ഇടുക, അതുപോലെ അതിൻ്റെ കൂടെ ഒരു കമൻറ്റ് എഴുതിയിടുക. പിന്നെ ബാക്കി എല്ലാ വിശേഷങ്ങളുമായിട്ട് ഇനിയും വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.